പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 1 വ്യാഴം. പ്രധാന വാർത്തകൾ. ഒമാനിൽ വേനൽക്കാലത്ത് വൈദ്യുതി ബിൽ ഉയരില്ല. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലേക്ക് നിശ്ചിത നിരക്കുകൾ നിർണയിച്ച് പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി ഉത്തരവിറക്കി. താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക. പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾക്കും ഒമാനിയുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമായിരിക്കും നിരക്കിളവ്. കനത്ത ചൂട് അനുഭവപ്പെടുന്ന 4 മാസ കാലയളവിൽ വൈദ്യുതി ബില്ല് ഉയരാൻ സാധ്യത ഏറെയാണ്. ഇത് പരിഗണിച്ചാണ് ബില്ല് കുറച്ച് നൽകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഇതേ കാലയളവിൽ സബ്സിഡി 30% ഉയർത്തിയും നിശ്ചിത നിരക്ക് നിർണയിച്ചും വൈദ്യുതി ഉപയോക്താക്കൾക്ക് സർക്കാർ ആശ്വാസം പകർന്നിരുന്നു. ഈ വർഷം ബേസിക് വിഭാഗത്തിലെ ഉപഭോക്താക്കളിൽ മെയ് മാസത്തിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 15%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 10% ആണ് ഇളവ് ലഭിക്കുക. എന്നാൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 20%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 15% ഇളവ് ലഭിക്കും. അതേസമയം ഒമാനിൽ ഭൂരിഭാഗം പ്രവാസികളുടേതും സെക്കൻഡറി അക്കൗണ്ടുകളാണ്. ഇതിനാൽ തന്നെ പലർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല. സ്വന്തം പേരിലുള്ള അക്കൗണ്ട് വഴി വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനം വലിയ ആശ്വാസമാകും. ഇതര ഗൾഫ് നാടുകളിൽ നിന്നും ഒമാനിലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് റോയൽ ഒമാൻ പോലീസ്. ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റും കസ്റ്റംസ് ജനറൽ ഡയറക്ടറേറ്റും ചേർന്നാണ് പുതിയ നിയമങ്ങൾ പുറത്തിറക്കിയ പുതിയ ഉത്തരവ് ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതുവരെ GCC രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നൽകിയിരുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനി സ്വീകാര്യമാകില്ല. പകരം വാഹനം രജിസ്റ്റർ ചെയ്ത രാജ്യത്തെ അംഗീകൃത ഏജൻസി നൽകുന്ന എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാനാകില്ല. ഒമാന്റെ കര, കടൽ, ആകാശ അതിർത്തികൾ വഴി മറ്റ് GCC രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പഴയ വാഹനങ്ങളുടെ ഇറക്കുമതി കൂടുതൽ ചിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. കസ്റ്റംസ് നടപടികൾ കാര്യക്ഷമമാക്കാനും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംവിധാനം കൂടുതൽ സുതാര്യമാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനമെന്നും അധികൃതർ വ്യക്തമാക്കി. ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ പ്രീമിയം സംരംഭമായ ബദർ അൽ സമ റോയൽ ഹോസ്പിറ്റലിൽ ഹൃദ്രോഗികൾക്കായി അതിനൂതന ഇന്റൻസീവ് കൊറോണറി കെയർ, കാർഡിയാറ്റിക് ക്രിട്ടിക്കൽ കെയർ ആൻഡ് ഒബ്സർവേഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ഹൃദയാഘാതം, ഹൃദയസ്തംഭനം അടക്കമുള്ള ഗുരുതര ഹൃദ്രോഗങ്ങൾ അനുഭവിക്കുന്ന രോഗികളെ ചികിത്സിക്കാനാണിത്. മെഡിക്കൽ സിറ്റി ഫോർ മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി സർവീസസ് അസിസ്റ്റന്റ് ചെയർമാനും സീനിയർ കൺസൾട്ടന്റുമായ അമീദ് അബ്ദുൽ മാലിക് ബിൻ സുലൈമാൻ ബിൻ ഖലഫ് അൽ ഖറൂസിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പരിപാടിയിലെ മുഖ്യ അതിഥി ആയിരുന്നു അദ്ദേഹം. അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭാ അധികൃതർ. ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടക്കുന്നത്. അനധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാർക്കിംഗ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ച് ഒമാൻ എയർപോർട്ട്സ്. ലോജിസ്റ്റിക്സ് ദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഓഫർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിദിനം 1 റിയാൽ നിരക്കിൽ എയർപോർട്ടിലെ പ്രത്യേകം നിശ്ചയിച്ച ഇടത്ത് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കും. ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം സംഘടിപ്പിച്ച ലോജിസ്റ്റിക്സ് ദിന ആഘോഷ പരിപാടിയിൽ മസ്കത്ത് ഗവർണർ സയ്യിദ് സഈദ് ബിൻ ഹിലാൽ ബിൻ ഹമദ് അൽ ബുസൈദി പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി ഒമാൻ എയർപോർട്ട്സും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും സുൽത്താനേറ്റിലെ ലോജിസ്റ്റിക് മേഖലയെ പിന്തുണയ്ക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചു. PS പാർക്കിംഗ് ഏരിയയിൽ ലോങ് ടേം സൗകര്യത്തിൽ 1 ഒമാനി റിയാൽ
നിരക്കിൽ പാർക്കിംഗ് പ്രയോജനപ്പെടുത്താം. ഇന്നലെ ആരംഭിച്ച ഓഫർ നിരക്ക് സെപ്റ്റംബർ 30 വരെ തുടരും. ഖരീഫ് ടൂറിസ്റ്റ് സീസൺ കൂടി അടുത്ത സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുന്നതാണ് പാർക്കിംഗ് നിരക്കിളവ്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മസ്കത്തിലെത്തി വിമാനം വഴി സലാലയിലേക്ക് പോകുന്നവർക്കും ഒമാനിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കും ചെറിയ ചെലവിൽ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യാനാകും. എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭിക്കുന്ന ഏകജാലക സംവിധാനമായി ലോക കേരളം മൊബൈൽ ആപ്പ് പുറത്തിറക്കി നോർക്ക റൂട്ട്സ്. ലോക കേരളം ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ലോക കേരളം ഓൺലൈൻ. ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് ഒരു ഡിജിറ്റൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വേണമെന്ന നിർദ്ദേശം ലോക കേരള സഭയിലാണ് ഉയർന്നു വന്നത്. ഇതിനെ തുടർന്ന് രൂപപ്പെടുത്തിയതാണ് ലോക കേരളം ഓൺലൈൻ. പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിൽ അവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നതുമായ വിപുലമായ സംവിധാനമാണ് ലോക കേരളം ഓൺലൈൻ ഒരുക്കുന്നത്. പൂർണ്ണമായും ഒമാനി മെഡിക്കൽ സംഘം നേതൃത്വം നൽകിയ ആദ്യത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ഗുരുതരമായ ഹൃദയസ്തംഭനം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സ്വദേശി പൗരനാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാവിൽ നിന്ന് ലഭിച്ച ഹൃദയം പുതുജീവൻ നൽകിയത്. ഈ സുപ്രധാന നേട്ടം ഒമാന്റെ ആരോഗ്യ മേഖലയിലെ ഒരു നിർണായക മുന്നേറ്റമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്തിയുടെ മേൽനോട്ടത്തിലാണ് 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത്. ഈ വിജയം ഒമാന്റെ ആരോഗ്യ മേഖലയുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ദാതാവിൽ നിന്നുള്ള ഹൃദയം മാറ്റിവെച്ചത് ഉയർന്ന വൈദ്യശാസ്ത്ര ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്തി പറഞ്ഞു. സലാല മ്യൂസിയം ഹാളിലെ തിങ്ങിനിറഞ്ഞ കാണികൾക്ക് മുന്നിൽ സർഗവേദി നാടകമത്സരം അരങ്ങേറി. സർഗവേദി സലാല സംഘടിപ്പിച്ച 7ാമത് കെ.ടി. മുഹമ്മദ് നാടകോത്സവത്തിൽ സലാലയിലെ 7 നാടക സമിതികൾ മത്സരിച്ചു. സുഹാർ നവചേതന ഒമാനിലെ കലാപ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഡാൻസ് ഉത്സവ് 2025 ഗ്രാൻഡ് ഫിനാലെ നാളെ സുഹാർ അംബറിലെ ഒമാനി വിമൻസ് അസോസിയേഷൻ ഹാളിൽ അരങ്ങേറും. നൃത്ത സിനിമാ കലാകാരി പാരിസ് ലക്ഷ്മിയും അബിയും മുഖ്യ വിധികർത്താക്കളായിരിക്കുമെന്ന് നവചേതന വൈസ് പ്രസിഡന്റ് ഗീത കണ്ണൻ, സെക്രട്ടറി അനീഷ് ഏറാടത്ത് എന്നിവർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.